തൊഴിലുറപ്പ് പദ്ധതി ഇതുവരെ ദുർബല ജനവിഭാഗങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാനുള്ള പദ്ധതിയായിരുന്നു. എന്നുവെച്ചാൽ തൊഴിലിനായിരുന്നില്ല പ്രാധാന്യം, വേതനത്തിനായിരുന്നു എന്നാണ് അർത്ഥം. ഒരു തെങ്ങിന്റെ താഴെ 10 പേർ നിന്ന് കിളയ്ക്കുന്ന ചിത്രമിട്ട് പരിഹസിച്ചിരുന്നവർക്ക് ഒരു കാര്യം അറിയണം, ഈ പദ്ധതിയുടെ ലക്ഷ്യം തന്നെ അതായിരുന്നു. തൊഴിൽ നടപ്പാവുക എന്നതിനേക്കാൾ സാധാരണ തൊഴിലെടുക്കാൻ കെൽപ്പില്ലാത്തവർക്കും പ്രതിഫലം നൽകുക എന്നതായിരുന്നു ആ ലക്ഷ്യം. എന്നാൽ ആ ലക്ഷ്യം ഇവിടെ പൂർണ്ണമായും അട്ടിമറിക്കപ്പെടുകയാണ്. കാരണം പുതിയ ബില്ല് അനുസരിച്ച് 4 തൊഴിൽ മേഖലകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തേത് ജലവിതരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനമാണ്. 2 ഗ്രാമീണ റോഡുകളാണ്. മൂന്നാമത്തേത് ചന്തകളും പഴം പച്ചക്കറി സംഭരണികളുമാണ്. 4 മണ്ണ് സംരക്ഷണവും പ്രളയ പ്രതിരോധവും. അതായത് ഈ 4 തൊഴിലുറപ്പ് മേഖലകളിൽ നിന്നുള്ളവർക്കാണ് ഇനി തൊഴിലുകൾ ലഭ്യമാവുക. ഇവ 4ഉം അത്യധ്വാനം ചെയ്യേണ്ട തൊഴിലുകളാണ്. ആരോഗ്യപരമായും സാമൂഹികമായും ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നവരാണ് ഇതുവരെ തൊഴിലുറപ്പിൽ പണിയെടുത്തിരുന്നത് എങ്കിൽ ഇനി നല്ല ആരോഗ്യമുള്ളവർക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അതായത് കുറഞ്ഞ കൂലി നൽകി കടുപ്പമേറിയ പണി ചെയ്യിക്കാനുള്ള ഒരു മാർഗമായി കൂടി തൊഴിലുറപ്പിനെ മാറ്റുകയാണെന്ന് സംശയിക്കാം. ഇത്തരം ജോലികളെല്ലാം ഇതുവരെ ടെൻഡർ വിളിച്ച് കരാറുകാർക്ക് നൽകിയിരിക്കുന്നതായിരുന്നു. അവയാണ് തൊഴിലുറപ്പിലേക്ക് മാറ്റുന്നത്. ഇനി കേന്ദ്ര സർക്കാർ ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നത് കൂടി നോക്കാം. 25% തൊഴിൽ കൂടി എന്നാണ് പറയുന്നത്. അതായത് 100 തൊഴിൽ ദിനങ്ങൾ 125 ആക്കി എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. തിരഞ്ഞെടുക്കപ്പെടുന്ന ഗ്രാമങ്ങളിൽ മാത്രമേ പദ്ധതി നടപ്പാവുകയുള്ളൂ എന്ന നിബന്ധനയിലൂടെ ഇങ്ങനെയുള്ള എല്ലാ നേട്ടവും അട്ടിമറിക്കപ്പെടുകയാണ്. ഡിജിറ്റൽ പേയ്മെന്റും ആധാർ വെരിഫിക്കേഷനും നിർബന്ധമാക്കുമെന്നാണ് അടുത്ത വാദം. നിലവിൽ തന്നെ ബാങ്കിലാണ് തൊഴിലാളികളുടെ വേതനം എത്തുന്നത്. ATM വഴിയോ അല്ലെങ്കിൽ ബാങ്കിൽ ചെന്നോ പിൻവലിച്ചിരുന്നവർക്ക് പുതിയ പ്രഖ്യാപനം ഒരു മാറ്റവും നൽകുന്നില്ല.